നമസ്കാരം. 1 മിനിറ്റ് 1 പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ വിവേക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ പരീക്ഷകളിൽ വരുത്തി വെക്കുന്ന ഒരു തെറ്റിനെ കുറിച്ചാണ്. അതായത് ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ചോദ്യം തെറ്റാണെന്നും അത് മോഡിഫൈ ചെയ്ത് ശരിയാക്കണമെന്നും അത് ആക്കി കഴിഞ്ഞാൽ കിട്ടേണ്ട ഓപ്ഷൻ ഏതാണെന്ന് വളരെ കൃത്യമായി കണ്ട ഉടനെ മനസ്സിലാകും. ഈ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ക്വസ്റ്റ്യൻ മോഡിഫൈ ചെയ്ത് വരുന്ന ആൻസർ ഏതാണോ ആ ആൻസർ പോയി മാർക്ക് ചെയ്യും, അല്ലെ? ഒരിക്കലും ഈ ഒരു കാര്യം പരീക്ഷയിൽ ചെയ്യരുത്. കാരണം ഇതാണ്: 2 ചാൻസ് ഉണ്ട്. ഒന്നാമത്, നിങ്ങളുടെ കണ്ടുപിടുത്തം ശരിയാണ്, അതായത് ആ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട്, അത് മോഡിഫൈ ചെയ്താൽ ഈ പറഞ്ഞ ഉത്തരം എത്തും. ഈ ഒരു സിറ്റുവേഷനിൽ ചോദ്യം തെറ്റാണല്ലോ, അതായത് പരീക്ഷ എഴുതിയ എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ മാർക്ക് ഫ്രീ ആയി കൊടുക്കും. നിങ്ങൾക്കിത് മാർക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ആ മാർക്ക് ചെയ്യുന്നത് മണ്ടത്തരമാണ്. രണ്ടാമത്, ഈ ഒരു ഓപ്ഷനാണ് ശരിക്കും നിങ്ങളെ കുഴക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ കണ്ടുപിടിച്ചത് തെറ്റാണെങ്കിലോ ആ ചോദ്യം നിങ്ങളെക്കാൾ ബുദ്ധിമാനായ ഒരു ചോദ്യകർത്താവ് നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒരു ക്വസ്റ്റ്യന്റെ ഫോമാറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ക്വസ്റ്റ്യൻ സൃഷ്ടിച്ചതാണെങ്കിലോ ആ എക്സാമിന് ആ ഒരു പെട്ടെന്ന് ഒരു 30 സെക്കൻഡിലോ 40 സെക്കൻഡിലോ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് മാർക്കാണ്. കാരണം നിങ്ങൾ ഈ മാർക്ക് ചെയ്ത് വെക്കുന്ന ഓപ്ഷൻ മോഡിഫൈ ചെയ്ത ക്വസ്റ്റ്യന്റെ ഉത്തരമല്ലേ. അതായത് ശരിക്കുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം മറ്റ് 3 ഓപ്ഷനിൽ ഏതു തന്നെ ആയാലും ഇതെന്തായാലും അല്ല, അല്ലെ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ നെഗറ്റീവ് ആണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടാൻ പോകുന്ന ഫ്രീ മാർക്ക് അത് നിങ്ങൾക്കും കിട്ടും. മാർക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യണം എന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് കറക്കി കുത്തുക. കാരണം ആ കറക്കി കുത്ത് ശരിയായാൽ എന്തെങ്കിലും കിട്ടാനുള്ളൊരു ചാൻസ് എങ്കിലും അവിടെ ഉണ്ട്. പുതിയൊരു പോയിന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.